താങ്കൾ ഈ സൂപ്പർ സ്റ്റാർ എഴുതിയിട്ട് വിളിക്കാൻ കാരണം എന്താണ്? ആൾക്കാരുടെ കമന്റ്സ് അല്ലാണ്ട് നമുക്ക് ആ ഒരു പദവി താങ്കളിട്ട പേരാണോ അല്ലെങ്കിൽ അവരിട്ട പേരാണോ? ഞാൻ തന്നെ എങ്ങനെയാണ് ഇപ്പൊ ആൾക്കാരെ വിളിക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാർ അവരിട്ടാണ് കമന്റ്സ് ഇടുന്ന ആൾക്കാരെ വിളിക്കുന്നു. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പേര് പറയില്ല. അത് പലതും പറയട്ടെ. ചില ആൾക്കാർ കളിയാക്കി വിളിക്കുന്ന ഒരു സംഭവമാണ്. ഏതെങ്കിലും ഒരു കമന്റ് പോസിറ്റീവ് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ഇപ്പൊ റീസെന്റ് ആയിട്ട് എല്ലാ കമന്റ്സും പോസിറ്റീവാണ്. കാശ് കൊണ്ട് ജപിക്കുന്നവർക്ക് കാശ് കൊടുത്താൽ കിട്ടാത്ത പല സാധനങ്ങളും അവിടെ. സമാധാനം, സ്നേഹം, ക്ഷമ ഇതൊന്നും കാശ് കൊടുത്താൽ കിട്ടില്ല. നിനക്ക് ഉണ്ടോ? നിനക്ക് ഉണ്ടോ ഇതല്ല ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാശ് കൊടുത്ത് പലതും ചില ഇതില് പലതും പഠിക്കാൻ പറ്റും. പലതും പറയുന്ന ക്ഷമ പഠിക്കാൻ പറ്റില്ല, സമാധാനം പഠിക്കാൻ പറ്റില്ല, സ്നേഹം പഠിക്കാൻ പറ്റും. പാവമാണ്. ശരിയാണ്. അത്ര പാവൊന്നും അല്ല. അല്ല മീശ വിളിച്ചേ ഈ പെൺകുട്ടികളെ എങ്ങനെ വളയ്ക്കുന്നത് അത് പറഞ്ഞു തരാൻ പറ്റും. പെൺകുട്ടികളെ വളക്കാന്ന് വെച്ചാൽ മനസ്സിലായില്ല. പെൺകുട്ടികളായിട്ട് സൊല്ലുന്നില്ല എങ്ങനെയാണ് ആ ടെക്നിക്ക്? കുറെ പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ടല്ലോ. ഞാന് ഒരുപാട് വീക്ക്നെസ് ഉള്ള ആളല്ലേ. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാനുള്ള വീക്ക്നെസ്. അപ്പോൾ അങ്ങനെ നമ്മള് പഠിക്കണ പോലും സെലിബ്രിറ്റിന്റെ വൈഫ് നമ്മളെ ഫ്രണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ലൈഫായിരുന്നു. LKG തുടങ്ങിയതാണ്. പണി LKG അല്ല കേട്ടോ, 1ാം ക്ലാസ്. അന്ന് പറഞ്ഞ LKG അല്ലല്ല, LKG അങ്ങനെയുള്ള ഇങ്ങനെ ഒരു ഇതുണ്ടായില്ല. LKG ഞാൻ ഫാഷൻ ഷോ ചെയ്തിരുന്നു പണ്ട്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ ഒരു പെണ്ണും ഞാനുമായിട്ടൊരു നടന്നു പോണ. നിന്റെ പ്രായത്തിലായിരിക്കും ഇപ്പൊ 24. ഇനി വന്നപ്പോ പറഞ്ഞ ഇത് തന്നെയാണല്ലോ. വന്നപ്പോ 21. ഇപ്പൊ 21 തിയേറ്ററിലും കാണുന്നുണ്ടല്ലോ. എന്ത് പറ്റി? അവിടെ തിയേറ്ററിലേക്ക് എപ്പോഴും ഞാൻ വരുന്നില്ല. നല്ല പടമുള്ള ലിസ്റ്റുകൾ വേണ്ട ആവശ്യമുണ്ട്. ഈ AGPയുടെ ജീവിത വിജയ രഹസ്യം എന്താണ്? ജീവിതം അത്ര മൊത്തത്തിൽ വിജയിച്ചിട്ടില്ല. ഇനിയും ഒരുപാട് സെറ്റിൽ ചെയ്യാനുണ്ട്. ഒരു ലൈഫ് സെറ്റിൽ ആകാനുണ്ട്. ഇനി എന്തൊക്കെയാ പ്ലാൻ? ഇനി എന്തൊക്കെയാ ആഗ്രഹങ്ങൾ? ഇനി അടുത്ത ജൂണിനുള്ളിൽ സ്വന്തമായിട്ട് കാറ് വാങ്ങണം. അതെന്തായാലും ആരും പണി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാർ എന്തായാലും മേടിക്കാൻ പറ്റും. അതല്ലേ കാറ് മേടിക്കുന്ന സംഭവങ്ങൾ എന്തായാലും തമിഴ്നാട്ടിലിടുന്ന അല്ല, കല്യാണമൊക്കെ ഒരു സമയത്ത് തുടങ്ങും. പക്ഷെ അതുപോലെ കാറ് മേടിക്കുക എന്നുള്ളത് ആരും തടയാൻ പറ്റില്ല. അത് വേറെ കാര്യം. കാറല്ല ദുബായിലല്ലോ പോകേണ്ടി പറഞ്ഞു. അത് പ്ലാനിങ് ഉണ്ട്. എന്റെ പെൺകുട്ടികളുണ്ടായ ചിലപ്പോ ആരെങ്കിലും വന്ന പക്ഷെ ജീവിക്കാൻ പറ്റും. കൂട്ടുകാര് ആശിഷ് മറ്റേ നമ്മുടെ ഷാഹിദൊക്കെ ഉണ്ട്. അവരൊക്കെ ജീവിക്കാൻ പറ്റുമോ? നീ എന്നോട് പറഞ്ഞു പെണ്ണുങ്ങളില്ലാണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് ഒരു സമയത്ത് ഈ പറയുന്ന എന്താ പറയാ ഷാഹിദ്, ആശിഷ്, കാർത്തി അങ്ങനെയുള്ള ഒരുപാട് പേര് കൂട്ടുകൂടിയുടെ മുമ്പ് ഒരു സമയത്ത് വരെ ഞാൻ പറഞ്ഞു വരാം. അപ്പൊ ഒരു സമയത്ത് നമ്മുടെ ഡൈ ഹാർട്ടായിട്ട് കൂടെ നേരത്തെ ആൾക്കാർ ഇപ്പൊ ആൾക്കാർ കമന്റ് പറയുമ്പോൾ ചിലപ്പോൾ ഇത് പറയുമ്പോൾ കമന്റ് ഇടുമായിരിക്കും. അത് എനിക്ക് പ്രശ്നമല്ല. പക്ഷെ കാരണം എനിക്കൊരു സമയത്ത് വരെ എൻ്റെ ഒരു മാനസികമായിട്ടുള്ള സപ്പോർട്ട് എന്നത് ലേഡീസാണ്. അതിൽ ഞാൻ അവരോട് കുമ്പിട്ട് പോയി.